വിചിത്ര രൂപമുള്ള അന്യഗ്രഹ ജീവികളെക്കുറിച്ച് നമുക്ക് എന്നും കൗതുകം. എന്നാൽ വിചിത്ര രൂപമുള്ള ജീവികളെ കാണാനായിട്ട് ബഹിരാകാശത്തിന്റെ അങ്ങേ കോണിലേക്ക് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തം ഭൂമിയിലെ സമുദ്രത്തിന്റെ, കടലിന്റെ അഗാധമായ അടിത്തട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. അവിടെ തിളച്ചു മറിയുന്നത്ര ചൂടുള്ള ജലഭാഗത്തിന് നടുവിൽ വെളുത്ത രോമങ്ങൾ പുതച്ചതുപോലെയുള്ള ഒരു വിചിത്ര ജീവിയും വളരെ അടുത്ത കാലത്ത് മാത്രം കണ്ടെത്തിയ ശാസ്ത്രലോകത്തെ ഏറെ വിസ്മയിപ്പിച്ച ഞെട്ടിച്ച യതി ഞണ്ട്, യതി ക്രാബ്. ഇതിനെ കണ്ടാൽ നമ്മൾ ചോദിച്ചു പോകും, ഇത് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായി വന്നതാണോ അതോ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയാണോ? നമസ്കാരം സുഹൃത്തുക്കളെ, പ്രകൃതിയിലെ വിസ്മയങ്ങൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ യാത്ര സമുദ്രത്തിന്റെ ഉപരിതലത്തിന് താഴേക്ക്, കിലോമീറ്ററുകൾ താഴേക്കാണ്. സൂര്യപ്രകാശം പോലും എത്താത്ത അതിഭീകരമായ മർദ്ദം അനുഭവപ്പെടുന്ന, പ്രഷർ അനുഭവപ്പെടുന്ന ആഴക്കടൽ ഭാഗങ്ങളിൽ ജീവൻ അസാധ്യമാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ അത്തരം ഭാഗങ്ങളിലും, സമുദ്രത്തിന്റെ ഇത്തരം ഭാഗങ്ങളിലും അതിജീവനത്തിന്റെ അതിശയിപ്പിക്കുന്ന കഥകൾ പറയാനുണ്ട്. ഇങ്ങനെയുള്ള അതിജീവന കഥകളിൽ 2005 മാത്രം ശാസ്ത്രലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ട് വന്ന ഒരു വിചിത്ര രൂപിയായ ജീവിയാണ് യതി ഞണ്ടുകൾ, യതി ക്രാബ്. എന്തുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്? ഇത്രയും കഠിനമായ സാഹചര്യത്തിൽ ഇവ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നെല്ലാമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, എന്റെ പേര് ബെനിക്സ്. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിമാലയത്തിലെ മഞ്ഞുമലകളിൽ ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന, ശരീരം മുഴുവൻ രോമങ്ങളുള്ള ഭീമാകാരനായ മഞ്ഞുമനുഷ്യനെയാണല്ലോ നമ്മൾ യതി എന്ന് വിളിക്കുന്നത്. ഈ ഞണ്ടിനെ ആദ്യമായി കണ്ട ശാസ്ത്രജ്ഞർക്കും പെട്ടെന്ന് ഓർമ്മ വന്നത് ആ മഞ്ഞുമനുഷ്യനെയാണ്. കാരണം ഇതിന്റെ കൈകാലുകളിൽ നിറയെ വെളുത്ത പട്ടുനൂൽ പോലുള്ള രോമങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന് യതി ക്രാബ് എന്ന വിളിപ്പേര് ലഭിച്ചത്. ശാസ്ത്രീയമായി ഇതിനെ കിവ ഹിർസുട്ട എന്നാണ് വിളിക്കുന്നത്. കിവ എന്നത് പോളിനേഷ്യൻ പുരാണങ്ങളിലെ സമുദ്രദേവന്റെ പേരാണ്. ഹിർസുട്ട എന്നാൽ രോമങ്ങളുള്ളത് എന്നും അർത്ഥം. കാഴ്ചയിലൊരു വെളുത്ത പാവക്കുട്ടിയെപ്പോലെ തോന്നിക്കുമെങ്കിലും ഇതിന്റെ ജീവിതം അത്ര ലളിതമല്ല. ഈ ജീവിയെ ലോകം തിരിച്ചറിഞ്ഞിട്ട് അധികകാലമായിട്ടില്ല എന്നതുകൂടി കേൾക്കുമ്പോഴാണ് സമുദ്രം എത്രത്തോളം നിഗൂഢമാണെന്ന് നമുക്ക് മനസ്സിലാവുക. 2005 പസഫിക് സമുദ്രത്തിന്റെ തെക്കൻ മേഖലകളിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഘം ശാസ്ത്രജ്ഞർ ഇതിനെ ആദ്യമായി കണ്ടെത്തുന്നത്. ഈസ്റ്റർ ഐലൻഡിന് ഏകദേശം 1500 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ താഴ്ചയിലായിരുന്നു ആ കണ്ടെത്തൽ. റോബർട്ട് വ്രൈജൻഹോക്ക്, മിഷേൽ സെഗോൺസാക്ക് തുടങ്ങിയ പ്രമുഖ ഗവേഷകരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ അഗ്നിപർവ്വത മുഖങ്ങളിൽ അഥവാ ഹൈഡ്രോതെർമൽ വെന്റുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ വെളുത്ത സുന്ദരനെ കണ്ടെത്തിയത്. നമ്മൾ സാധാരണ കാണുന്ന ഞണ്ടുകളുമായോ അല്ലെങ്കിൽ കടലിലെ തന്നെ കട്ടിൽ ഫിഷ് പോലെയുള്ള ജീവികളുമായോ ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. കട്ടിൽ ഫിഷുകൾ സെഫലോപോഡുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവരും ബുദ്ധിശാലികളായ വേട്ടക്കാരുമാണ്. എന്നാൽ യതി ക്രാബ് ഒരു ഡെക്കാപോഡാണ്. സാധാരണ ഞണ്ടുകൾക്ക് ഉറപ്പുള്ള തോടാണെങ്കിൽ ഇവയുടെ സവിശേഷത കൈകളിലെ ആ രോമങ്ങളാണ്. ഈ രോമങ്ങൾ വെറുമൊരു അലങ്കാരമല്ല, മറിച്ച് ഇതിന്റെ ഭക്ഷണശാലയാണ്. കട്ടിൽ ഫിഷുകൾക്ക് നിറം മാറാനും നീന്താനും പ്രത്യേക കഴിവുണ്ടെങ്കിൽ യതി ക്രാബ് ചലനം കുറഞ്ഞ ഒരിടത്ത് തന്നെ ഒതുങ്ങിക്കൂടുന്ന സ്വഭാവക്കാരാണ്. വർഗീകരണമനുസരിച്ച് ഇതിനായി കിവയുടെ എന്ന പുതിയ കുടുംബം തന്നെ ശാസ്ത്രജ്ഞർക്ക് രൂപീകരിക്കേണ്ടി വന്നു. യതി ക്രാബുകൾ ലോകത്തെ എല്ലാ കടലുകളിലും കാണപ്പെടുന്നില്ല. പസഫിക് സമുദ്രത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും അന്റാർട്ടിക്കയ്ക്ക് സമീപമുള്ള അതിശൈത്യമുള്ള കടലുകളിലുമാണ് ഇവ പ്രധാനമായുമുള്ളത്. കടലിന്റെ അടിത്തട്ടിൽ ഭൂമിക്കടിയിൽ നിന്നുള്ള ചൂടുവെള്ളം പുറത്തേക്ക് വരുന്ന ഹൈഡ്രോതെർമൽ വെന്റുകളുടെ അരികിലാണ് ഇവ താമസിക്കുന്നത്. പുറത്ത് മരവിപ്പിക്കുന്ന തണുപ്പാണെങ്കിലും ഈ വെന്റുകൾക്ക് സമീപം നല്ല ചൂടുണ്ടാകും. സമുദ്രത്തിന്റെ ആഴങ്ങളിലെ ഉയർന്ന മർദ്ദത്തെയും പ്രകാശമില്ലായ്മയെയും അതിജീവിക്കാൻ പ്രത്യേക കഴിവുള്ളതുകൊണ്ടാണ് ഇത്തരം പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം ഇവയെ കാണുന്നത്. യതി ക്രാബിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഭക്ഷണം കണ്ടെത്തുന്ന രീതിയാണ്. ഇതിന്റെ കൈകളിലെ രോമങ്ങൾക്കിടയിൽ ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ വളരുന്നുണ്ട്. യതി ക്രാബിന്റെ കൈകളിലെ രോമങ്ങളിൽ അഥവാ സീറ്റെ എന്ന് വിളിക്കുന്ന ഇടത്ത് പ്രധാനമായും കാണപ്പെടുന്നത് ഫിലമെന്റസ് ബാക്ടീരിയ അഥവാ നാരുകൾ പോലെയുള്ള ബാക്ടീരിയകളാണ്. ഇതിൽ പ്രധാനമായും 2 വിഭാഗങ്ങളാണുള്ളത്: എപ്സിലോൺ പ്രോട്ടിയോ ബാക്ടീരിയ, ഗാമ പ്രോട്ടിയോ ബാക്ടീരിയ. ഈ ബാക്ടീരിയകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ സൂര്യപ്രകാശത്തിന് പകരം രാസവസ്തുക്കളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന കീമോസിന്തറ്റിക് ബാക്ടീരിയകളാണ്. കടലിന്റെ അടിത്തട്ടിലെ അഗ്നിപർവ്വത മുഖങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹൈഡ്രജൻ സൾഫൈഡ്
മീഥെയ്ൻ തുടങ്ങിയ വിഷവാതകങ്ങളെ ഇവ ആഹാരമാക്കി മാറ്റുന്നു. യെതി ക്രാബ് തന്റെ കൈകൾ ഇടയ്ക്കിടെ വെന്റുകളിൽ നിന്നുള്ള ചൂടുവെള്ളത്തിൽ ആട്ടിക്കൊണ്ടിരിക്കും. ഇത് ബാക്ടീരിയകൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാൻ സഹായിക്കും. യെതി ക്രാബിന് വായയും കൃത്യമായ ദഹന വ്യവസ്ഥയുമുണ്ട്. എന്നാൽ മറ്റു ഞണ്ടുകളെപ്പോലെ ഇരപിടിക്കുന്ന സ്വഭാവം ഇവയ്ക്ക് കുറവാണ്. ഇവ പ്രധാനമായും 2 രീതിയിലാണ് വിശപ്പടയ്ക്കുന്നത്. യെതി ക്രാബ് തന്റെ കൈകൾ ഇടയ്ക്കിടെ വായയുടെ അടുത്തേക്ക് കൊണ്ടുവരികയും വായയിലുള്ള മാക്സിലിപ്പിഡ്സ് എന്ന പ്രത്യേക അവയവങ്ങൾ ഉപയോഗിച്ച് കൈകളിലെ രോമങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാക്ടീരിയകളെ ചീകിയെടുത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് സ്വന്തം ശരീരത്തിൽ തന്നെ ഒരു ബാക്ടീരിയൻ ഫാം ഇവ കൊണ്ടു നടക്കുന്നു എന്ന് പറയാം. എന്നാൽ ഇവ പൂർണ്ണമായും ബാക്ടീരിയകളെ മാത്രം ആശ്രയിക്കുന്നവരല്ല. കടലിന്റെ അടിത്തട്ടിൽ ചത്തടിഞ്ഞ ജീവികളുടെ അവശിഷ്ടങ്ങളും മറ്റു ചെറിയ ജീവികളെയും ഇവ ആഹാരമാക്കാറുണ്ട്. സാധാരണ ഞണ്ടുകൾക്ക് കാഴ്ചശക്തിയുണ്ട്. അവ വേഗത്തിൽ ഓടി നടന്ന് ഇരപിടിക്കും. എന്നാൽ യെതി ക്രാബിന് കാഴ്ചശക്തി തീരെയില്ല. കിലോമീറ്ററുകളോളം താഴെ സൂര്യപ്രകാശം എത്താത്തതിനാൽ കണ്ണിന്റെ ആവശ്യമില്ലാത്ത രീതിയിലാണ് ഇവയുടെ പരിണാമം. പകരം അവയുടെ രോമങ്ങൾ ഒരു സെൻസറായി പ്രവർത്തിക്കുന്നു. രാസവ്യതിയാനങ്ങളും വെള്ളത്തിലെ ചലനങ്ങളും തിരിച്ചറിയാൻ ഈ രോമങ്ങൾ ഇവയെ സഹായിക്കുന്നു. സമുദ്രത്തിന്റെ ആഴങ്ങളിലെ കിലോമീറ്ററുകളോളം ഭാരമുള്ള വെള്ളത്തിന്റെ മർദ്ദം പേറിക്കൊണ്ട് ഈ വിഷപ്പുകയ്ക്ക് നടുവിൽ യെതി ഞണ്ടുകൾ ഒരു രാജാവിനെ പോലെ വാഴുന്നു. പ്രകൃതിയുടെ അതിജീവനത്തിന് ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയുണ്ടോ? ഇത്രയും കഠിനമായ സാഹചര്യത്തിൽ ഒരു ജീവിക്ക് എങ്ങനെയാണ് തന്റെ വംശത്തെ നിലനിർത്താൻ കഴിയുക? ജനിച്ചു വീഴുന്നത് മരവിപ്പിക്കുന്ന തണുപ്പിലേക്കും ജീവിക്കേണ്ടത് തിളച്ചുമറിയുന്ന വിഷപ്പുകയ്ക്കിടയിലുമാകുമ്പോൾ ആ ജീവിതയാത്ര എത്രത്തോളം ദുഷ്കരമായിരിക്കും? യെതി ഞണ്ടുകളുടെ അതിജീവനത്തിന്റെ അടുത്ത ഘട്ടം ഇതാണ്. യെതി ഞണ്ടുകളുടെ ജീവിതചക്രത്തെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് ഇന്നും പലതും നിഗൂഢമാണ്. എങ്കിലും ചില കാര്യങ്ങൾ വ്യക്തമാണ്. പെൺഞണ്ടുകൾ മുട്ടയിടുന്നത് വെണ്ടുകളിൽ നിന്നുള്ള അതിശക്തമായ ചൂടിൽ നിന്നൊഴിഞ്ഞ് താരതമ്യേന തണുത്ത വെള്ളത്തിലാണ്. കാരണം മുട്ടകൾ വിരിയാൻ ഉയർന്ന ഓക്സിജനുള്ള തണുത്ത വെള്ളം ആവശ്യമാണ്. എന്നാൽ വിരിഞ്ഞുവരുന്ന കുഞ്ഞുങ്ങൾ പതുക്കെ ചൂടുള്ള വെണ്ടുകളിലേക്ക് നീങ്ങുന്നു. അവിടെ മാത്രമേ അവർക്ക് ആഹാരമായ ബാക്ടീരിയകളെ വളർത്താൻ കഴിയൂ. അതായത് ജനനം ഒരു ലോകത്തും ജീവിതം മറ്റൊരു ലോകത്തുമാണ് ഈ വിചിത്ര ജീവികൾക്ക്. എന്നാൽ ഈ അത്ഭുത ജീവികൾ ഇന്നൊരു വലിയ ഭീഷണി നേരിടുന്നുണ്ട്. അത് മറ്റാരുമല്ല, മനുഷ്യൻ തന്നെയാണ്. കടലിന്റെ അടിത്തട്ടിലെ ഈ വെന്റുകൾക്ക് സമീപം സ്വർണം, ചെമ്പ്, സിങ്ക് തുടങ്ങിയ വിലപിടിപ്പുള്ള ലോഹങ്ങളുടെ വലിയ ശേഖരമുണ്ട്. ഇത് ഖനനം ചെയ്യാനായി വൻകിട കമ്പനികൾ തയ്യാറെടുക്കുകയാണ്. ഈ ഖനനം നടന്നാൽ യെതി ഞണ്ടുകളുടെ ഏക ആവാസ വ്യവസ്ഥ തകരുകയും അവ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയും ചെയ്യും. നമ്മൾ ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കി തുടങ്ങിയിട്ട് പോലുമില്ലാത്ത ഈ നിഗൂഢ ജീവികൾ മനുഷ്യന്റെ അത്യാഗ്രഹം കാരണം ഇല്ലാതാകുന്നത് പ്രകൃതിക്ക് വലിയൊരു നഷ്ടമായിരിക്കും. കടലിന്റെ ആവാസ വ്യവസ്ഥയിലും ആഹാര ശൃംഖലയിലും യെതി ഞണ്ടുകളുടെ സ്ഥാനം എന്താണെന്ന് കൂടി നോക്കാം. യെതി ഞണ്ടുകളെ പ്രധാനമായും പ്രൈമറി കൺസ്യൂമർ വിഭാഗത്തിൽപ്പെടുത്താം. ഇവയുടെ ശരീരത്തിൽ വളരുന്ന കീമോസിന്തറ്റിക് ബാക്ടീരിയകളാണ് അവിടെ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ബാക്ടീരിയകളെ ഭക്ഷിക്കുന്നതിലൂടെ യെതി ഞണ്ടുകൾ ഊർജം സ്വീകരിക്കുന്നു. എന്നാൽ ബാക്ടീരിയകളെ കൂടാതെ കടലിന്റെ അടിത്തട്ടിൽ ചത്തടിഞ്ഞ ജീവികളെയും ഇവ ഭക്ഷിക്കാറുണ്ട്. അതിനാൽ ഇവയെ ഒരു സെക്കൻഡറി കൺസ്യൂമറായും ഭാഗികമായി കണക്കാക്കാം. സ്വന്തമായി ഭക്ഷണം കൃഷി ചെയ്യുകയും പുറത്തുനിന്നുള്ള ആഹാരം തേടുകയും ചെയ്യുന്നതിനാൽ ഇവയൊരു സങ്കര ആഹാര രീതിയാണ് പിന്തുടരുന്നത്. യെതി ഞണ്ടുകൾ അവയുടെ ആവാസ വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. റെഗുലേറ്റിംഗ് ബാക്ടീരിയൽ കോളനീസ്. വെന്റുകൾക്ക് ചുറ്റും അമിതമായി ബാക്ടീരിയകൾ വളരുന്നത് തടയാൻ യെതി ഞണ്ടുകളുടെ തീറ്റ സഹായിക്കുന്നു. ഇത് ആവാസ വ്യവസ്ഥയിലെ ബാക്ടീരിയകളുടെ അളവ് സന്തുലിതമായി നിലനിർത്തുകയും ബാക്ടീരിയൽ നിയന്ത്രണം നടത്തുകയും ചെയ്യുന്നു. എനർജി ട്രാൻസ്ഫർ. വെന്റുകളിൽ നിന്നുള്ള രാസ ഊർജത്തെ ജൈവ ഊർജമാക്കി മാറ്റുന്നതിൽ ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. യെതി ഞണ്ടുകളെ ഭക്ഷിക്കുന്ന മറ്റു വലിയ ജീവികളിലേക്ക്, ഉദാഹരണത്തിന് ചിലതരം മീനുകൾ അല്ലെങ്കിൽ വലിയ ഞണ്ടുകൾ, ഈ ഊർജം എത്തിക്കുന്നത് ഇവ വഴിയാണ്. അങ്ങനെ ഫുഡ് ചെയിനിൽ ഊർജ കൈമാറ്റം നടത്താനും ഇവർ സഹായിക്കുന്നു. സമുദ്ര ഉപരിതലത്തിന് താഴെ അത്യഗാധതയിൽ നമ്മൾ ഇനിയും കണ്ടെത്താത്ത എത്രയെത്ര വിസ്മയങ്ങൾ, അത്ഭുതങ്ങൾ ബാക്കിയുണ്ട് എന്നതിന് തെളിവാണ് യെതി ഞണ്ടുകൾ. വെളിച്ചമില്ലാത്ത, ഓക്സിജൻ കുറഞ്ഞ്, വിഷവാതകങ്ങൾ നിറഞ്ഞ ഒരിടത്ത് പോലും ജീവൻ എങ്ങനെ തളർക്കുന്നു എന്നത് നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ്. പ്രകൃതി ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന വലിയ പാഠമാണ് ഈ ചെറിയ ജീവി നമുക്ക് മുമ്പിൽ വെളിവാക്കുന്നത്. യെതി ഞണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ രസകരമായ അറിവുകളും വിശേഷങ്ങളുമായി മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും